Alhamdulillahil wahidil qahhar al-azizil ghaffar mugawwiril layli 'alan nahar tadhkiratun liulil qulubi wal absar وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا ومولانا محمدا عبده ورسوله سلم عليه الأحجار والأمدار صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن أم على قلوب أقفالها صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم إن هذه القلوب تصدأ كما يصدأ الحديد قيل وما جلاؤها يا رسول الله قال ذكر الموت وتلاوة القرآن صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم സമാദരണീയനും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ പുണ്യമായ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ജാമിയ റഹ്മാനിയയുടെ ഈ പുരോഗതിയുടെയും തലയെടുപ്പിന്റെയും പിന്നിലെ പ്രധാന കരങ്ങളിലൊന്നായ ബഹുമാന്യനായ എന്റെ ഗുരുതുല്യനായ പണ്ഡിത തേജസ് ബഹുമാന്യനായ ശൈഖുന കൂട്ടുമല ബാപ്പു മുസ്ലിയാർ അവറുകൾ, സമാദരണീയരും ബഹുമാന്യരുമായ പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, ഈ ജാമിയ റഹ്മാനിയുടെ താങ്ങും തണലുമായി
അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഈ നാട്ടിലെ ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ വർഷം ഏതാണ്ട് നാം ഒരുമിച്ച് കൂടിയ അതേ സമയത്ത് തന്നെ വീണ്ടും അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ജാമിഅ റഹ്മാനിയുടെ തിരുമുറ്റത്ത് നാം വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ പദ്ധതി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ബൃഹത്താണ്. ഈ നാട്ടുകാരെ മുഴുവനും ദേശത്തും വിദേശത്തുമുള്ള മുഴുവൻ ആളുകളും അശ്രാന്ത പരിശ്രമം നടത്തി നാം നട്ടുവളർത്തിയ 2000-ഓളം വീരിന്റെ പ്രബോധകർക്ക് ജന്മം നൽകാൻ കാതോർത്തു നിൽക്കുന്ന ഈ സ്ഥാപനം എത്ര നാൾ നിലനിൽക്കണം എന്ന് നാം തീരുമാനിക്കേണ്ട ഒരു സദസ്സാണ് ഇന്നത്തെയും നാളത്തെയും സദസ്സ്. ആരുടെ മണ്ണിലേക്ക് നാം അലിഞ്ഞുപോയാലും ഈ സ്ഥാപനം നിലനിൽക്കണോ വേണ്ടയോ എന്ന ഒരു ചോദ്യമാണ് ഇന്നും നാളെയും ഇവിടെ ഉയരുക. നാട്ടിലെ മുഴുവൻ ദീനീ സ്ഥാപനങ്ങളും സാമ്പത്തികമായ പരാധീനത നേടുമ്പോൾ റഹ്മാനിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഗൾഫിൽ താമസിക്കുന്ന പ്രവാസികളായ ആളുകളുടെ കയ്യയച്ചുള്ള സദക്കയുടെയും പരിശ്രമത്തിന്റെയും പേരിലാണ് ഇത് നിലനിന്നു പോകുന്നത്. ഈ നാട്ടുകാരുടെയും നാം നട്ടുവളച്ചു വളർത്തിയ ഈ പ്രസ്ഥാനം, ഈ വിദ്യമായ ജാമിഅ, ഇത് അവസാനം വരെ നിലനിൽക്കുക എന്ന ഒരു വലിയ ബാധ്യത നമ്മുടെ തലയിൽ ഏറ്റെടുത്തിട്ടാണ് ഇന്നത്തെ സദസ്സ് നാം തുടങ്ങുന്നത്. മുത്തങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നാം ഇട്ട പ്രൊജക്ട് പരിപൂർണമായി വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതുപോലെ എല്ലാവരും മനസ്സ് വെച്ചാൽ എന്നല്ല, വെക്കണേ ഒരാൾ പോലും, ഒരു കൂലിപ്പണിക്കാരൻ പോലും. കാരണം ഈ 2 ദിവസം നിങ്ങൾ നൽകുന്നത് എന്താണോ അതാണ് ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാനുള്ള ഒരു ആധാരശില. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. സൂര്യൻ കിഴക്ക് പോയി അസ്തമിക്കുന്ന കാലം വരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന 2000-ഓളം ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും ഹാഫിളീങ്ങളെയും തിരിച്ചുപറ്റാൻ കഴിയുന്ന, അവരെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാന ശിലക്കാണ് നാം ഇവിടെ അടിസ്ഥാനം നൽകുക. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാലെന്നല്ല, സഹകരിക്കണേ, സഹകരിക്കാതെ ആരും മാറി നിൽക്കരുത് എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് നാളെ സഹകരിക്കാമെന്നല്ല, ഇപ്പോഴേ തീരുമാനമെടുക്കണം. എറണാകുളം നഗരത്തിലെ ആ സമുച്ചയം പണിയുമ്പോ അവിടെ നിന്ന് മാസം വരുന്ന ഓരോ വരുമാനത്തിലും എന്റെ ഒരു അധ്വാനത്തിന്റെ ഭാഗം, അത് 10 സ്ക്വയർ ഫീറ്റ് ആണോ, 100 ആണോ, 1000 ആണോ, അതല്ല, എന്റെ ഒരു ദിവസത്തെ കൂലിപ്പണിയുടെ പൈസ, 2 ദിവസത്തെ പൈസ 1 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഈ സദസ്സിൽ വന്ന ഒരാളും അതിൽ നിന്ന് ഒഴിവാകരുത്. ഈ പദ്ധതി വിജയിപ്പിക്കണം. പടച്ചറബ് ഇൻഷാ അല്ലാഹ് അത് പൂർത്തീകരിക്കുമെന്ന ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ഈ സദസ്സ് ആരംഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർത്തിയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ഞാൻ ഒരു കാര്യവും കൂടി പറയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വാല് പറയുമ്പോ ഈ ദിവസം ഏപ്രിൽ 8-ാം തീയതി ഞാൻ ഇവിടെ എത്തുന്നത് മുതൽ ഇതുവരെ എന്റെ എല്ലാ സദസ്സുകളിലും അഭിമാനത്തോടെ പറഞ്ഞ ഒരു സദസ്സാണ് കടമേരി റഹ്മാനിയയിലെ. അന്ന് എന്റെ കയ്യിൽ സ്വർണ്ണവളകൾ എന്റെ കയ്യിൽ തന്ന, ഈ പ്രസംഗത്തിൽ നിറച്ച് സ്വർണ്ണവളകൾ തന്ന എന്റെ സഹോദരിമാർക്ക് വേണ്ടി എല്ലാ സദസ്സിലും റഹ്മാനിയുടെ സദസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്നെ അത്ഭുതപ്പെടുത്തി ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തവർക്ക് വേണ്ടി ഇന്ന് വരെയുള്ള എന്റെ എല്ലാ സദസ്സുകളിലും ഞാൻ മറക്കാതെ ദുആ ചെയ്ത പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് ജാമിഅ റഹ്മാനിയ കഴിഞ്ഞ വർഷം എനിക്ക് തന്നത് എന്ന കാര്യം ഞാൻ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ്. പരസ്യമില്ലാത്ത ഒന്നും വിപണിയിൽ ചെലവാകില്ല എന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കാലം മാറിക്കഴിഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്യം കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പരസ്യം തന്നെ ഒരു വിരോധാഭാസമാണ്. ആ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ സോപ്പിന്റെ പരസ്യത്തിൽ സോപ്പിന്റെ ഘടകം ബദാമും പാലും ചേർത്ത സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പിൽ ചെറുനാരങ്ങ, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കീടനാശിനി. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പുതിയ ശൈലി. പരസ്യമാണ് വിപണി നിശ്ചയിക്കുന്നത് എന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിന്ന് ഏറ്റവും വലിയ പരസ്യം ഉണ്ടാകുന്നത് എവിടെയാണ്? ഏറ്റവും വലിയ പരസ്യം ചെലവാക്കപ്പെടുന്നത് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയാണ് എന്നതാണ് ലോകത്തിന്റെ ഒരു ആഗോള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ധാരാളമായി ശരീരത്തിന്റെ കറുപ്പ് നിറം മാറാൻ, മുഖത്തിന്റെ പാടുകൾ മാറാൻ, തടിച്ച പെണ്ണിന് മെലിഞ്ഞതാവാൻ, മെലിഞ്ഞ പെണ്ണിന് തടിച്ചതാവാൻ, തടിച്ച പൊക്കമുള്ള പെണ്ണിന് പൊക്കം കുറയ്ക്കാൻ, പൊക്കമില്ലാത്തതിന് പൊക്കം കുറഞ്ഞതിന് പൊക്കം കൂട്ടാൻ, അങ്ങനെ ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടാൻ, ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യങ്ങൾ നമ്മുടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ അലയെടുക്കുന്നുണ്ട്. ആളുകളെ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് കോസ്മെറ്റിക് ഐറ്റംസുകൾ വാങ്ങാൻ വേണ്ടിയാണ് എന്ന് അടുത്ത കാലത്ത് ഒരു മാസികയുടെ അവരുടെ ഒരു വലിയ റിപ്പോർട്ടിൽ കാണാനിടയായി. ആളുകൾ ഓരോരുത്തരും അവരവരുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കുന്ന തത്രപ്പാടിലാണ്.
ഈ കാലഘട്ടത്തിലുള്ള ലോകത്ത് നാം എല്ലാവരും നിലനിൽക്കുന്നത്. അവരവരുടെ മുഖത്തുകളുടെ അടയാളം മാറ്റാൻ, അവരവരുടെ ശരീരത്തിന്റെ അടയാളങ്ങൾ മാറ്റാൻ ഏറ്റവും കോസ്മെറ്റിക് സർജറി പോലും നടക്കുന്നു, പ്ലാസ്റ്റിക് സർജറി നടക്കുന്നു. ശരീരത്തിന്റെ അവയവങ്ങളുടെ കേടുപാടുകൾ മാറ്റാൻ പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തുടങ്ങുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നാം എല്ലാവരും നിലനിൽക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മുഴുവനും അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ സംരക്ഷിക്കുന്ന തത്രപ്പാടിലാണ്. ഈ അടുത്ത കാലത്ത് ഒരു ആരോഗ്യ മാസികയിൽ കണ്ടത് 2020 കേരളത്തിലെ 80% ആളുകളും ഡയബറ്റിക് പേഷ്യന്റായി മാറുമെന്ന്. ഡയബറ്റിക് ബാധിച്ചാൽ അത് ശരീരത്തിന്റെ അവയവങ്ങളെ ബാധിക്കും, ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. ഏതാണ്ട് 80% ആളുകളുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം മാറുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് ഒരു ആരോഗ്യ പതിപ്പിൽ കാണാനിടയായി. ഞാനൊന്ന് ചോദിക്കട്ടെ, 80% ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ആ പ്രശ്നം 80% ആളുകളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഈ ലോകത്തെ കാണാൻ കഴിയില്ല, ലോകത്തിന് ഇരുട്ട് ബാധിക്കുമെന്നല്ലാതെ ഈ ലോകത്തിന് ഇരുട്ട് ബാധിക്കുകയില്ലല്ലോ. 80% ആളുകളുടെ കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഈ ഭൂമിയെ കാണാൻ അവരുടെ കണ്ണുകളിൽ ഇരുട്ടുണ്ടാകുമെന്നല്ലാതെ 80% കേരളത്തിലെ ആളുകൾക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് കേരളത്തിന് പിന്നെ ഇരുട്ടാകുമെന്ന് യാതൊരുവിധ അർത്ഥവുമില്ല. അതുകൊണ്ട് ഭൂമിക്ക് യാതൊരുവിധ പ്രയാസം സംഭവിക്കാനില്ല, അതുകൊണ്ട് ലോകത്തിനൊരു പ്രയാസം സംഭവിക്കാനില്ല. കാരണം ആളുകളുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവയവങ്ങളുടെ ആ കഴിവുകളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു ആശങ്കയോടെ പറഞ്ഞ 80% ആളുകളുടെ കാഴ്ച നഷ്ടപ്പെടുന്നതല്ല, അവരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഖുർആൻ ആശങ്കപ്പെടുന്നില്ല. അള്ളാഹു പറയുകയാ, പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏറ്റവും ആശങ്കയോടെ പറഞ്ഞതേതെന്നറിയോ? ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. ഇന്ന് ജീവിച്ചിരിക്കുന്ന അഭിനവകാല വർത്തമാനകാല സമൂഹമേറെ ചർച്ച ചെയ്യേണ്ട അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് ബോധിപ്പിക്കുന്ന വളരെ പരമപ്രധാനമായ ഒരു സത്യമാണിത്. അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചു പോയത്, അവരുടെ കണ്ണുകൾക്കല്ല കണ്ണ് നഷ്ട ശക്തി നഷ്ടപ്പെട്ടു പോയത്, പിന്നെ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. അവരുടെ ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, അവരുടെ ഹൃദയം കൊണ്ട് കാണേണ്ടത് കാണാൻ കഴിയാതെ പോയാൽ പിന്നെ ആ മനുഷ്യനെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഖുർആൻ ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നതിലല്ല, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നതിലാ. നമ്മുടെ ഹൃദയം കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാ ഈ ലോകത്തിന്റെ സർവ്വതും നമ്മളെ കേൾക്കാനെത്തുന്നതെങ്കിൽ ഇന്ന് നാം നോക്കുമ്പോ ബംഗാളിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടി എന്ന് കേൾക്കുമ്പോ യഥാർത്ഥത്തിലെ സഹോദരങ്ങളെ പോച്ചു വളർത്തിയ പിതാവിന്റെ കണ്ണുനീര് കാണാണ്, കട്ടപ്പെട്ട് പരിപാലിക്കുന്ന ഭർത്താവിന്റെ കണ്ണുനീര് കാണാണ് നമ്മളെല്ലാവരും പരിതപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമേടാ? ഒരു വ്യാഴവട്ടക്കാലം മുഴുവനെ കട്ടപ്പെട്ട് തന്റെ ജീവിതത്തിന്റെ രണ്ടട്ടം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാടുമുണ്ട്. ഒരു പിതാവിന്റെ ഒരു മാതാവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമേടാ? താൻ വളർത്തിക്കൊണ്ടുവന്ന് പൊന്നുമോളെ സാലികായ ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരായുസിന്റെ സമ്പാദ്യം മുഴുവനും വിറ്റെടുത്തിട്ട് സ്വർണ്ണാഭരണങ്ങളും സ്തുതിയ വസ്ത്രങ്ങളും ഇട്ട് പ്രിയപ്പെട്ട മകളെ കല്യാണ മണ്ഡപത്തിൽ ഒരുക്കി നിർത്തുമ്പോ ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോ കടന്നു വരുന്ന പുതിയ പ്ലേഡുകൾ അല്ലാഹു തന്നെ ഏൽപ്പിച്ച അമാനത്തിട്ട് ഏൽപ്പിച്ചിട്ട് കൊടുക്കാൻ ഒന്നുമെടുത്ത് പുതുവസ്ത്രം മാറി നിൽക്കുന്ന പിതാവിന്റെ മുമ്പിലൂടെ കബളിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ഒരു പെണ്ണിന് കഴിയുമ്പോ അതിന്റെ മേലെ സോഷ്യൽ മീഡിയകളിൽ ചർച്ച നടന്നു പോകുമ്പോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളെല്ലാവരും പരിതപിക്കുന്നതെന്നറിയോ? വടിവക്കിൽ വെച്ച് ചിരിച്ചു കാണിച്ച കാമുകനെ കാണുമ്പോ ഇത്രയും നാളെ സ്നേഹിച്ച ഉപ്പാടെ സ്നേഹം ഇവർക്ക് മനസ്സിലാവാത്തതെന്താ? ഇത്രയും നാളും പോറ്റു വളർത്ത ഉമ്മയുടെ കണ്ണുനീര് മക്കള് കാണാത്തതെന്താ? സ്വന്തം വീട്ടിലെ തങ്ങളെ സ്നേഹിച്ച തങ്ങളുടെ ആങ്ങളമാരോട് അവരുടെ അഭിമാനം പിച്ചു ചീന്തപ്പെടുമ്പോ ഞാൻ കൊയിലാണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോ അന്നത്തെ ദിവസം ഞാൻ പ്രസംഗിച്ചതെന്തെന്നറിയോ?
എനിക്ക് ആ പെണ്ണിന്റെ ഒളിച്ചോട്ടം ഒരു പ്രശ്നമല്ല. ഇത്രയും നാള് കഷ്ടപ്പെട്ട് വളർത്തിയ പെണ്ണ് ലോകത്തിന്റെ മുമ്പിൽ തന്നെ അപമാനിതനാക്കി ചരിത്രന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ സോഷ്യൽ മീഡിയകളിൽ ലോകം മുഴുവനും ഒരു ദിവസം മുഴുവനും കേരളം തന്നെ മകളെ ചർച്ച ചെയ്യുമ്പോ മറ്റുള്ളവന്റെ മുമ്പിൽ തലകുനിച്ചിട്ട് തലപൊക്കി നടക്കാൻ കഴിയാത്ത ആ പാവപ്പെട്ട പിതാവിനെ കുറിച്ച് ആരാണ് ഓർക്കുക? ആ ഉമ്മയുടെ കണ്ണുനീരാരാണ് കരഞ്ഞു തീർക്കുക? എല്ലാവരും ചർച്ച ചെയ്യുമ്പോഴും പൊട്ടിക്കറിയുന്നൊരു വാപ്പയും ഉമ്മയുമുണ്ട്. ഇന്നും അത് തിരിച്ചു വരുമ്പോഴും അപമാനം തേച്ചു മാറ്റാൻ കഴിയാതെ കഷ്ടപ്പെടുന്നൊരു പിതാവുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, മക്കളെ വളർത്തുന്നവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഈ വിഷയത്തിന് ആമുഖമായി ഓർമ്മിപ്പിക്കുക. നമ്മളൊക്കെ പരിഭവം പറയാറില്ല, മക്കൾക്ക് പഴയതുപോലെ സ്നേഹമില്ല, അവരുപ്പാന്റെ കണ്ണുനീരെ കാണാത്തതുണ്ട്. ഞാൻ അത്ര കരഞ്ഞിട്ടും അവളുടെ ഹൃദയത്തിൽ കയറാത്തതുണ്ട്. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളത്, മറ്റൊന്നുമല്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ വലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ. ഈ പെൺമക്കളെ തലമറച്ചിട്ട് കോളേജിൽ പോകുന്നവരാ, അവർ 5 വക്ത് നിസ്കരിക്കുന്നവരായിരിക്കാം, അവര് ജീവിതത്തിന്റെ നിട്ടകളെ പിന്തുടർന്നവരായിരിക്കാം. പക്ഷേ ആ നിട്ടകളും അവരെ സംരക്ഷിച്ച ഈമാനും ഇന്നലെ കണ്ടൊരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ അത് പണയം വെക്കാൻ തയ്യാറാകുന്നതെങ്കിൽ ആ തയ്യാറാകുന്നതിന്റെ അടയാളം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, നിസ്കാരത്തരം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നുവല്ലോ മുനാഫിഖീങ്ങൾ. അവരല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ശ്രമിച്ചവരല്ല, അവര് മുത്തനബിക്കെതിരെ യുദ്ധം ചെയ്തവരല്ല. എന്നിട്ടും അവരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഅലുകളും ഖുർആനും ഓരോ ദിവസവും അവിടുത്തെ മുമ്പിൽ നിന്ന് കേട്ട് പഠിച്ചവരാണ്. പക്ഷേ ആ പഠിച്ചതൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ വന്നപ്പോ, അവരുടെ ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ. അല്ലാഹു അവരുടെ ഹൃദയത്തെ സീൽ ചെയ്തു, വഅലാ അബ്സാരിഹിം അവരുടെ ചെവിയിൽ സീൽ ചെയ്തു, അവരുടെ കണ്ണുകളിൽ സീൽ ചെയ്തു. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഉപ്പാന്റെ കണ്ണുനീര് ഇറങ്ങില്ല മോനെ, ഉമ്മാന്റെ കണ്ണുനീര് പെണ്ണിന്റെ മനസ്സ് മറിക്കുകയില്ല. കാരണം അവര് പാപത്തിന്റെ നടുവിലൂടെ നമ്മുടെ തലമുറ സഞ്ചരിച്ചപ്പോ, അവരുടെ ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോ, ആ ഹൃദയത്തിനെ അല്ലാഹു സീൽ വെച്ച് കളഞ്ഞു പോയപ്പോ, അവര് നരകത്തിന്റെ അവകാശികളായി മാറേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. ഒരു ജന്മത്തിന്റെ കടപ്പാടുകൾ മുഴുവനും ഒരു നിമിഷം കൊണ്ട് മറന്നവർ ഇറങ്ങിപ്പോകുമ്പോ യഥാർത്ഥത്തിൽ ഇതിന് അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് നമുക്കറിയണ്ടേ? മാതാപിതാക്കളോട് സ്നേഹമില്ല. വാപ്പ സഹിച്ച ത്യാഗവും ഉമ്മ സഹിച്ച ത്യാഗവും ആ വാപ്പയോടുള്ള കടപ്പാടുകളും ഇന്നും ഈ മുതിർന്ന തലമുറക്കുണ്ട്. പക്ഷേ പുതിയ തലമുറകൾക്ക് വാപ്പയെ കുറിച്ച് പറഞ്ഞാൽ കണ്ണു നിറയില്ല, ഉമ്മയെ കുറിച്ച് പറഞ്ഞാൽ കണ്ണു നിറയില്ല. കാരണം അവർ മാതാപിതാക്കളോട് അത്രത്തോളം അറ്റാച്ച്മെന്റ് ആയിട്ടില്ല. എന്നാൽ നമ്മുടെ മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് പുതിയ തലമുറയാണ്. അതേപോലെ മക്കൾ വരുമ്പോ ആ മക്കളെ കെട്ടിപ്പിടിച്ചു മടിയിലിരുത്തി കൂട്ടുകാരെ പോലെ അവരോട് കളിച്ച് ചിരിച്ച് വളർന്ന് ഏറ്റവും നല്ല രീതിയിൽ മക്കളോട് സ്നേഹം കാണിക്കുന്നത് ഇപ്പോഴത്തെ വാപ്പയാണ് താനും. എന്നാൽ മക്കൾക്ക് സ്നേഹം കുറവ് ഈ വാപ്പയോടാണ് താനും. എന്നാൽ നമ്മുടെയൊക്കെ ഒരു 40 വയസ്സിന് മുകളിലുള്ളവരുടെ വാപ്പ ജീവിതത്തിൽ കാർക്കശ്യത്തോടെ ചിട്ടയോടെ നമ്മളെ വളർത്തി, അടിച്ചു വളർത്തി. എന്നാൽ അവരോടാണ് നമുക്ക് സ്നേഹം ഏറ്റവും കൂടുതൽ. എന്താ നിങ്ങളെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ ഈ നാടുകളിൽ ഈ ഒളിച്ചോട്ടം വ്യാപകമാവുകയാണ്. എന്താണ് ഇതിന്റെ കഥ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. കേട്ടാലും വാപ്പയും ഉമ്മയും അവരുടെ മുമ്പിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പെണ്ണിന്റെ മുമ്പിൽ തനിക്ക് അപമാനമായി ഇറങ്ങിപ്പോയ മകൾ കോടതിയിൽ നിന്നപ്പോ വാപ്പ വിളിച്ചു, മോളെ തെറ്റിദ്ധരുത്തിയിട്ട് തിരിച്ചു വാ, വാപ്പ നിന്നെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴും വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കി എനിക്ക് എന്റെ കാമുകൻ മതി എന്ന് പറയാൻ ഒരു പെണ്ണിന്റെ ഹൃദയത്തിന് കഴിയുന്നതെങ്കിൽ കോടതി വരാന്തയിൽ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ പൊട്ടിക്കഴിയുന്ന പിതാവിന്റെ കണ്ണുനീര് കാണാൻ ആ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ കഴിയുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കണ്ണുനീര് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ അല്ലാഹു അവരുടെ ഹൃദയത്തെ സീൽ വെച്ചിരിക്കുകയാണ്.
എന്താണ് സീല് വെക്കാൻ കാരണം? ഈ കടമേരിയിൽ എന്നെ കേൾക്കാനൊക്കെ ഓരോ മാതാവിനോടും പിതാവിനോടും ജാഗരൂകരാകണേ, പ്രതിരോധത്തിന്റെ കവചം തീർക്കണേ. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവാസകൻ എന്ന രീതിയിൽ പലരെയും കാണുമ്പോ എത്രയെത്രയോ കോടീശ്വരന്മാര് പോലും റൂമടച്ചിട്ട് കെട്ടിപ്പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് വാക്ക് സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്റെ മകനെ ഒന്ന് തിരിച്ചു കിട്ടാൻ, എന്റെ മകളെ ഒന്ന് തിരിച്ചു കിട്ടാൻ കണ്ണുനീരിന്റെ കാർവാറുമായി പറഞ്ഞു പോകുന്ന പരിതപിക്കുന്ന 10,000-കണക്കിന് മാതാപിതാക്കളുടെ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും വിളിച്ചോടിയ പെൺകുട്ടികളുടെ എണ്ണം വന്നിക്കുമ്പോ എന്താ നമ്മുടെ കണ്ണുനീര് നമ്മുടെ മക്കൾ കാണാത്തത്? എന്തേ നമ്മുടെ ആവലാറി മക്കൾ കാണാത്തത്? ഞാൻ കാരണത്താൽ എന്റെ വാപ്പ തലകുലിച്ച് നടക്കണമെന്നോട് ചിന്തിക്കാത്തതെന്താ? അവരുടെ ഹൃദയത്തിലേക്ക് ഇത് കേറാത്തതിന്റെ കാരണമേതാ? ആ കാരണം മറ്റൊന്നുമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ഇദാ ഖതഅബുൽ ഖതിയ, ഒരടിമയെങ്ങാനും ഒരു പാപം ചെയ്താൽ, ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഏതെങ്കിലും ഒരു അടിമ ഒരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറുത്ത അടയാളം വരുത്തും. ഒരു പാപം ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത അടയാളം വരികയാ. ആ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിലേക്ക് വീഴവേ, ഇദാ താബാ വസ്തഗ്ഫറ, ആ പാപം ചെയ്ത ഉടനെ അത് പാപമാണ് തിരിച്ചറിഞ്ഞ് അവൻ തൗബ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ ഹൃദയത്തിൽ വീണ കറുത്ത പുള്ളി അല്ലാഹു മായിച്ചു കളയും. അതല്ല, തൗബ ചെയ്തില്ല, ഇസ്തിഗ്ഫാർ ചെയ്തില്ല, അത് പാപമാണെന്നറിഞ്ഞില്ല, അവൻ വീണ്ടും വീണ്ടും പാപങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിൽ വീണ് വീണ് അവസാനം അവന്റെ ഹൃദയം മുഴുവന് കറുത്ത കളറായി മാറും. അതിനാണ് റാനെന്ന് പറയുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ തള്ളിവിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. ഒരടിമ ഒരു പാപം ചെയ്താൽ ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വീഴും. അത് വീണ ഉടനെ ഞാൻ ചെയ്തതൊരു പാപമാണല്ലോ അല്ലാഹുവേ എന്ന് കരുതി ഇതാ താബ വസ്തഗ്ഫറ, തൗബ ചെയ്തു, ഇസ്തിഗ്ഫാറും ചൊല്ലി, ആ കറുത്ത പുള്ളി അതിൽ നിന്ന് മായ്ക്കപ്പെടും. അല്ല, വീണ്ടും വീണ്ടും അവൻ പാപം ചെയ്തുകൊണ്ടേയിരുന്നാൽ അവന്റെ ഹൃദയം മുഴുവനും കറുത്ത പുള്ളികൾ വീണ് 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 അത് മുഴുവനും കറുത്ത് കരിവാളിക്കും. പിന്നെ അതിലേക്കാര് ഉപദേശിച്ചാലും ആര് കരഞ്ഞാലും അത് കാണാനുള്ള ഹൃദയമുണ്ടാവില്ല. ആ ഹൃദയത്തിലേക്ക് തന്റെ വാപ്പയുടെ സങ്കടം കിടക്കില്ല, തന്റെ ഉമ്മയുടെ കണ്ണുനീര് നടക്കില്ല. ആ ഒരവസ്ഥക്കാണ് വഹുവറ. അതിനാണ് റാനെന്ന് പറയുക. അല്ലാഹു പറഞ്ഞു, മനുഷ്യ നീ ചിന്തിച്ചത് പോലെയല്ല, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുപ്പ് ബാധിച്ച് അവരുടെ ഹൃദയം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അവര് ചെയ്ത പ്രവർത്തനത്തിന്റെ വൈകല്യങ്ങൾ കാരണത്താൽ ഈ ഒരായത്ത് വെച്ചിട്ട് ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ ഹൃദയം മുഴുവൻ കറുകറുത്ത് പോവുകയാ. പ്രായപൂർത്തിയായ അന്ന് മുതൽ പാപങ്ങൾ ചെയ്തു വളരുന്ന, പാപത്തിന്റെ സാഹചര്യത്തിലൂടെ നടന്നു പോകുന്ന നമ്മുടെ മക്കളെ പാപം ചെയ്യിച്ചവരാരാ? 7 മണി മുതൽ 10 വരെ TV ഓൺ ചെയ്ത് കൊടുത്തതാരാ? പാതിരാത്രിയുടെ ഇടനാടുകളിൽ പോലും ഇന്റർനെറ്റ് കഫേകൾ നമ്മൾ ചാർജ് ചെയ്ത് കൊടുത്തവരാരാ? നമ്മുടെ മക്കളെ മുഴുവനും വേണ്ടാത്ത പാട്ടുകളും അശ്ലീലങ്ങളും പഠിപ്പിച്ചു കൊടുത്ത, അവരെ സിനിമ കാണാൻ അനുവദിച്ചു കൊടുത്ത, അവരെ ദീനിയായ തർബിയത്ത് നടത്താൻ എല്ലാ പാപത്തിലൂടെ നടന്നുപോയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായബുദ്ധിയായ മകൾ, വേണ്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, വേണ്ട എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന നമ്മുടെ മകൾ, തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ടിട്ട് നടന്നാൽ അതിന് ലിംഗസമത്വം എന്ന പുതിയ ലോകത്തിന്റെ പേര് പറഞ്ഞ് ന്യായീകരിക്കുന്ന, അതിനെ ബോയ്ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് പേര് കൊണ്ട് ന്യായീകരിക്കുന്ന നമ്മുടെ പെൺമക്കളെ മുഴുവനും, നമ്മുടെ ആൺമക്കളെ പാപം ചെയ്തവരുടെ ഹൃദയത്തെ കറുപ്പിച്ചുണ്ട്. അവസാനം അവരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞാൽ നിന്റെ കണ്ണുനീര് കാണാനുള്ള കണ്ണവർക്കുണ്ടാവില്ല. നിങ്ങളുടെ കണ്ണുനീര് ഇവിടെ ഹൃദയത്തിലോട്ട് കടന്നു പോവില്ല. പഴയകാലത്ത് നമ്മളെ കെട്ടിയിട്ടിട്ട് അടിച്ചു കളഞ്ഞ റോഡരികിലൂടെ നടന്നു പോയ പെണ്ണിനെ വേലിക്കരികിൽ നിന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടോടി വന്ന വാപ്പ തറവാടിന്റെ മാനം കെടുത്തുന്നോടാന്ന് ചോദിച്ചിട്ട് പുളിവാറ് കൊണ്ട് ശരീരത്തിലടിച്ചിട്ട് പൊട്ടിച്ച് രക്തമൊലിപ്പിക്കുമ്പോ നമ്മൾ ആ വാപ്പാന്റെ നേരെ തിരിഞ്ഞു നിന്ന് വർത്തമാനം പറഞ്ഞിട്ടില്ല. ആ വാപ്പയുടെ മുമ്പിൽ പിന്നീട് പേടിച്ചരണ്ട് എന്റെ വാപ്പ എന്നോടൊന്നും മിണ്ടിയിരുന്നെങ്കിൽ
വീഴുമെങ്കിലെന്ന് കരുതിയിട്ട് വാപ്പയുടെ പുറകെ നടന്ന് വാപ്പ വരുമ്പോൾ ഓടിച്ചു റൂമിൽ വിളിച്ചിരുന്ന് വാപ്പയെ കാണാൻ മുറ്റത്തൂടെ മുമ്പിലൂടെ നടന്നു പോയ ആ മക്കളുടെ കാലമല്ല. ഒന്ന് ശകാരിച്ചാൽ പിന്നെ വാപ്പയോടും മിണ്ടാതെ ഉമ്മയോടും മിണ്ടാതെ വീടിന്റെ അകത്ത് കുറ്റിയിട്ട് കിടക്കുന്ന സമ്മർദ്ദതന്ത്രങ്ങളുമായി നടന്നു പോകുന്ന ഒരു ലോകത്തിന് മുമ്പിൽ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കറുത്തുപോയ ഹൃദയത്തെ നന്നാക്കാൻ കഴിയുന്ന ചികിത്സാ വിധികളാണ് നമ്മൾ നോക്കേണ്ടത്. അത് മനഃശാസ്ത്ര കൗൺസിലിംഗ് കൊണ്ട് നടക്കില്ല, അത് സെമിനാർ കൊണ്ട് നടക്കില്ല. നമ്മുടെ തലമുറയെ നമുക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിയണമെന്ന് ആ ഹൃദയത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളിലേക്ക് നടന്നു പോകണം. അവരെ തക്കവയോടെ വളർത്താൻ കഴിയണം. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മക്കളെ ജീവൻ കൊടുത്തു സ്നേഹിക്കുന്ന ഞാനടക്കമുള്ള പിതാക്കന്മാരോട്, പ്രത്യേകിച്ച് ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ഗൾഫ് വല്ലാതെ പേര് പിടിച്ചു പോയപ്പോ ഗൾഫുകാരന്റെ വാർത്തകൾ കേട്ട് ഗൾഫുകാരന്റെ ഭാര്യ ഒളിച്ചോടാനുള്ളവളാ, ഗൾഫുകാരന്റെ പെൺമക്കളെ ആർക്കും തട്ടിയെടുക്കാമെന്ന് കരുതുന്ന ഒരു പുതിയൊരു സംസ്കാരം നമ്മുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. നാട് വിട്ട് വീട് വിട്ട് മക്കളെ വിട്ട് സ്വപ്നത്തിന്റെ കൂമ്പാരവും ചുമലിൽ പേര് ഗൾഫിൽ കിടന്ന് കട്ടപ്പെടുന്ന പ്രവാസികൾ ഉള്ളതെല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോ നമുക്ക് സേവനം ചെയ്യുന്ന ഗൾഫുകാരന്റെ പെൺമക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മളല്ല, അവന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ട, കാമത്തിന്റെ കൂത്താട്ടത്തിൽ നിന്ന് കാക്കേണ്ട ബാധ്യത നമുക്കല്ലോ. അതിനു പകരം അവനോടൊരു നന്ദി കാണിക്കാട് അവന്റെ പെൺമക്കളെ വഴിപഠിപ്പിക്കുന്ന, അവന്റെ പെൺമക്കളുടെ പുറകെ നടക്കുന്ന, അവന്റെ ഭാര്യയുടെ പുറകെ നടക്കുന്ന, നാഥനില്ലാത്ത വീട്ടിൽ കയറി പെണ്ണിനെ പഠിപ്പിക്കണമെന്ന് കരുതുന്ന അഭിനവകാല പ്രണയത്തിന്റെ വക്താക്കളെ ഈ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ മക്കളെ മോചിപ്പിക്കണമെന്ന് അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് മാതാപിതാക്കൾ കടന്നു പോകണം. അതിനെന്താ ചെയ്യുക? അവരുടെ ഹൃദയത്തിന്റെ കറുപ്പ് മാറ്റാൻ കഴിയണം. ആ കറുപ്പ് മാറ്റാൻ കഴിയണമെന്ന് മഹാന്മാര് പറയാ, ഈ മക്കളെ നല്ല രീതിയിൽ വളർത്തണോ? അവരുടെ ഹൃദയത്തിൽ പ്രകാശം കിട്ടുന്ന വഴിയിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചുവിടണം. ആ മക്കളെ തിരിച്ചുവിടുന്നത് എവിടെയാ? MBBSന്റെ ഹോസ്റ്റലുകളിലോ? കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഹോളി ആഘോഷം നടത്തിയ ഹോസ്റ്റലിലെ പെൺകുട്ടികളുടെ പ്രേമത്തിന്റെ പേക്കൂട്ടുകൾ മലയാളമെന്ന് കണ്ട് കെട്ടിത്തരിച്ചു നിൽക്കുമ്പോ മദ്യപിച്ചിട്ട് പാതിരാത്രിയിൽ കൂത്താടുന്ന പഴയകാലത്തിന്റെ കഥ പോയിട്ട് ഹോസ്റ്റലുകളിൽ മദ്യപിച്ചിട്ട് മദ്യത്തിന്റെ സൽക്കാരം നടത്തുന്ന പെൺകുട്ടികളുടെ എണ്ണം അധികരിക്കുമ്പോ എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ പ്രകാശം കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്താ? അതിനുള്ള ചികിത്സ നടത്തണം. ആ ചികിത്സ എവിടെയാ? ആ ചികിത്സയാണ് ജാമിയ റഹ്മാനിയ നിർവഹിക്കുക, കേരളത്തിന്റെ ദീനീ കലാലയങ്ങൾ നിർവഹിക്കുക. അതാണ് ഹൃദയത്തിന്റെ കറുപ്പ് മാറ്റാ, മുഖത്തിന്റെ കറുപ്പ് മാറ്റാ ഫെറാന്റെ മതി, മുഖത്തിന് നിറം നൽകാൻ കാവേരി മതി, ശരീരത്തിന്റെ അണുക്കൾ മാറ്റാൻ ഡെറ്റോളിട്ട് കഴുകിയാ മതി എന്ന. പക്ഷേ ഹൃദയത്തിന് അഴുക്കുമാറണം. 5 കാര്യങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാലല്ലാതെ, നമ്മുടെ ജീവിതത്തിൽ വന്നാലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മക്കൾ നന്നാവുകയില്ല. നന്നാവാനുള്ള വഴികളുണ്ട്. ആ വഴി തർബിയത്തിന്റെ വഴിയാ, ആ വഴി തസ്കിയത്തിന്റെ വഴിയാ, ആ വഴി ഇൽമിന്റെ വഴിയാ. അതിലൂടെ നടന്നപ്പെടാണ് മഹാന്മാരായത്. ഇതിനു മുമ്പ് പ്രേമമില്ലാഞ്ഞിട്ടല്ല, കാമകന് കാമുകിയില്ലാഞ്ഞിട്ടല്ല, അവരാരും ഇവിടെ ഒളിച്ചോടാതിരുന്നടണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രേമത്തിന് കണ്ണുങ്ങാട് നഷ്ടപ്പെട്ടു പോകുമ്പോ എനിക്കിഷ്ടപ്പെട്ടവളെ കെട്ടിക്കൂടെ നോടിക്കുമ്പോ ഈ പ്രണയം ഇതിനു മുമ്പ് ഏറ്റവും മ്ലേച്ഛമായ പ്രണയവും നടത്തിയിട്ടുണ്ട്. സബൂൽ മുഅല്ലഖിയുടെ 1-ാം ഭാഗത്തിൽ പറയുന്ന ഇംറുൽ ഖൈസിന്റെ പ്രണയമുണ്ടല്ലോ, എന്ന് പാടി ഇംറുൽ ഖൈസ് ഉണ്ടായിട്ടുണ്ട്. എന്നാ പോലും ഒരു പ്രേമത്തിന്റെ അവസാനത്തെ ഘട്ടം വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവങ്ങളെ പറയാൻ കഴിയുന്ന ഹൃദയത്തിന്റെ ഒരു വെളിച്ചമേതാ? മക്കാ നഗരത്തിൽ ഈശാ നിസ്കാരം കഴിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോ അയാളുടെ കാമുകിയുടെ വീടിന്റെ അടുക്കൽ
വീട്ടിലൂടെയാ നടന്നു പോവുക. ആ കാമുകിയുടെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ് മക്കത്തെ പള്ളിയിൽ നിന്ന് തിരിച്ചുപോയ ചെറുപ്പക്കാരനാ. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടല്ല, ഗാനമേള കളഞ്ഞിട്ടല്ല. ആ ചെറുപ്പക്കാരനും ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയുടെ വീട്ടിന്റെ മുമ്പിലെത്തിയപ്പോ രാത്രി തന്റെ കാമുകിയെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്ര പെണ്ണേ, എനിക്ക് നിന്നെ കൊതിയാകുന്നു, നിന്റെ ശരീരം എനിക്ക് തരുമോ പെണ്ണേ? ആ സമയത്ത് തന്റെ കാമുകൻ വന്നിട്ട് പാതിരാത്രിയിൽ തന്റെ ശരീരം ചോദിക്കുമ്പോ മറുപടി പറഞ്ഞൊരു പെണ്ണുമക്കളുടെ ചരിത്രത്തിലുണ്ട്. അള്ളാഹു നമ്മുടെ പെൺമക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആ പെണ്ണ് പറഞ്ഞ മറുപടി ഏടെന്നറിയോ? കാമുകനായ ചെറുപ്പക്കാരാ, ഇത്രയും നാൾ പ്രണയം പങ്കുവച്ചവരാണ്, ഒരു നിമിഷം കണ്ടിട്ട് ചോദിച്ചതല്ല. ആ പെൺകുട്ടി പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ പറഞ്ഞ ഈ പ്രണയമുണ്ടല്ലോ, അത് നാളെ യൗമത്തകാബുനം അല്ലാഹു പേര് പറഞ്ഞ പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാനും നീയും ഒരുമിച്ച് കൂടുന്ന കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നമ്മളെ നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കുന്ന ആ നരകം നമ്മളെ മാറി കൊടുക്കുന്ന നരകത്തിന്റെ തീയേറ്റിട്ട് നമ്മൾ കരിഞ്ഞു പോകുന്ന പരലോകമില്ലേ? ആ പരലോകത്തിന്റെ ദിവസത്തിൽ നീ പറഞ്ഞ പ്രണയം പ്രയോജനം ചെയ്യുമെങ്കിൽ ആ പരലോകത്തേക്ക് നീ ഇത് മാറ്റുവെക്ക് ചെറുപ്പക്കാരാ. പ്രണയമുണ്ട് എങ്കിലും ആ പ്രണയം അതിരുവിടുമ്പോ ആ സമയത്ത് മഹിഷറയുടെ നരകത്തിന്റെ തീയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് കിട്ടിയാൽ അവള് നമ്മൾ വേട്ടിച്ചിട്ട് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോവില്ല. അവള് നമ്മുടെ കുടുംബത്തിന്റെ മാനം കെടുത്തില്ല. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ജീവിക്കുമ്പോഴേ നമ്മുടെ പെൺമക്കൾക്ക് മഹിഷറ പഠിപ്പിച്ചു കൊടുക്കണം. ആ പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, നീ അത് മഹിഷറയിൽ പ്രയോജനം ചെയ്യുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളായി മാറണം. അതിനെന്ത് ചെയ്യണം? ഇതെല്ലാം നടന്നിട്ട് മനഃശാസ്ത്രത്തിന്റെ കൗൺസിലിംഗ് കൊണ്ട് ഇത് സാധ്യമാവില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള സ്നേഹം മക്കളുടെ കൽവിൽ കൊടുത്താലല്ലാതെ നമ്മുടെ ഹൃദയത്തിന് നന്മയുണ്ടാവുകയില്ല. അതിനാദ്യമായി നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നറിയോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അർത്ഥമറിഞ്ഞിട്ട് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക, ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊടുക്കുക. അർത്ഥമറിഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ, അർത്ഥമറിഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ. കഴിഞ്ഞ കാലങ്ങളിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ വാഖിഅ ഓതിയിരുന്ന, യാസീൻ ഓതിയിരുന്ന, എല്ലാ ദിവസവും നമ്മൾ ഉമ്മയുടെ ചുറ്റുവട്ടത്തിരുന്ന് ഓടിയിരുന്ന എല്ലാ വലാവാസോരിയും ഇടങ്ങേറെ മൂസീബത്തും പതിരീങ്ങടെ ബറക്കത്തിനാൽ ഇമൈ കാക്കണേ യാ റബ്ബനാ എന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ച സാഹചര്യം നഷ്ടപ്പെട്ടിട്ട് ആ മക്കളെ മുഴുവനും വേണ്ടാത്തത് പഠിപ്പിച്ചു കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊടുക്കുക, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മരണം ഇങ്ങനെ പുറകെ പാത്തും പതുങ്ങി നടക്കുമ്പോ ഗർഭാശയം തതുമുത് സഫറാണേ, അടുത്തുള്ള ക്യാമും സോദര കബറാണേ. കബറിലെ കുരിച്ചുപടി വെച്ചാൽ അടുത്തത് ഇവിടെ വെക്കുമോ ഉറപ്പില്ലാത്ത ലോകത്ത്, ഉറപ്പില്ലാത്ത ലോകത്ത് നമുക്ക് ബാക്കിയാകുന്നത് ഏതെന്നറിയുമോ? നമ്മൾ ഈ ചെയ്യുന്ന സൽക്രമങ്ങൾ, നാം ഒരുമിച്ച് കൂടി ചൊല്ലിയ സലാത്തുകൾ അവസാനം കണ്ടെത്തിയിട്ട് പടച്ചറത്തിനോട് ചെയ്ത കണ്ണുനീരില് ഇതൊക്കെ ആരടി മണ്ണിന് നന്മയാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പ്രവാസികളെ, ഈ കൊടും ചൂടിലെ ജീവിതം പോട്ടാൻ വിയർപ്പൊലിക്കുന്നവര് വൈകുന്നേരം 10 രൂപ കിട്ടണമെങ്കിൽ എത്ര വിയർപ്പൊലിക്കണം? പക്ഷേ സ്വർഗത്തിൽ ചെന്നാൽ കിളക്കണ്ട പൂപ്പണ്ടാവയോ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നിനു തന്നെ നീ അറിയണ്ട. കിളക്കണ്ട പൂപ്പണ്ടാവയോ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നിനു തന്നെ നീ അറിയണ്ട. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, കുഞ്ഞെന്ന് സുച്ചതിനൊക്കെ ഉള്ളത് കൊണ്ടാ. ഈ ദുനിയാവിൽ ആഗ്രഹിച്ചതൊക്കെ
വെച്ച കിട്ടില്ല, ഈ ദുനിയാവിൽ റബ്ബിനോട് ദുആ ചെയ്തതും കിട്ടില്ല, മനസ്സിലാഗ്രഹിച്ചതും ദുആ ചെയ്തതും ഒന്നിച്ചു മുന്നിൽ വരുന്നൊരു സ്ഥലമേയോ അതാണ് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ നീ ആഗ്രഹിച്ചതും നീ ദുആ ചെയ്തതും എല്ലാം അല്ലാഹു സ്വർഗത്തിൽ തരും. ആ സ്വർഗത്തിൽ പോണോ ഒരൊറ്റ നിബന്ധനയെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സന്താനവും സമ്പത്തും നിനക്ക് പ്രയോജനം ചെയ്യില്ല. ശുദ്ധിയുള്ള ഹൃദയത്തോടെ റബ്ബിനെ കാണണേ, ഹൃദയത്തിന്റെ കറുപ്പ് മാറ്റണേ. ഇന്നത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമ്പത്ത് നിനക്ക് പ്രയോജനം ചെയ്യില്ല, മക്കൾ നിനക്ക് പ്രയോജനം ചെയ്യില്ല. നാളെ നിനക്ക് സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 10,000 മക്കളെ അവശേഷിപ്പിച്ചിട്ടേ വിട പറഞ്ഞു പോകാവൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ആണിനെയും പെണ്ണിനെയും ഇണകളാക്കി സൃഷ്ടിക്കുക എന്ന വൈവാഹിക കർമ്മം മനുഷ്യന് നിർബന്ധമാക്കിയത് വെറുമൊരു ശാരീരികമായ ആസ്വാദനം എന്നതിനപ്പുറം അത് ആഖിറത്തിലേക്ക് നിലനിൽക്കുന്ന ഒരു വലിയ ബന്ധമായിട്ടാണ്. ഇന്ന് വൈവാഹിക ജീവിതം ഏറ്റവും വലിയ തകർച്ചയിലോട്ട് നടന്നു പോകുന്ന എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ ആസ്വാദനങ്ങളും നമുക്ക് ഉള്ളതോടെ തന്നെ നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഒരു ബംഗാളിയുടെ കൂടെ പോലും ഒരാളുടെ ഭാര്യ ഒളിച്ചോടാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങൾ ശൈഥില്യമാകുമ്പോൾ കേരളത്തിന്റെ സാമൂഹികക്ഷേമ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 85% വീടുകളിൽ സമാധാനമില്ലെന്നാണ്. വെറും 15% വീടുകളിൽ മാത്രമാണ് സമാധാനമുള്ളത്. അതിന്റെ കാരണം 85ഓളം ആളുകൾക്ക് സമാധാനമില്ല എങ്കിൽ സുന്ദരമായ വസ്ത്രം ധരിച്ച് മുഖത്തിന്റെ കൃത്രിമമായ പുഞ്ചിരിക്കുള്ളിൽ അവരവരുടെ ഹൃദയത്തിന്റെ വേദനകൾ മുഴുവനും മറച്ചു വെക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ധാരാളം ആളുകളെ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോ കുടുംബ ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ അവരല്ലാതെ ആട്ടയാടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ ബന്ധമെന്നത് കുടുംബ ബന്ധമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തെ നിശ്ചയിച്ചത് ഈ ഭൂമിയുടെ മുകളിൽ മാത്രം ജീവിക്കുവാനുള്ള ഒരു ബന്ധമായിട്ടല്ല പടച്ച തമ്പുരാൻ അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ ഭാര്യമാരോടുള്ള കടമകളെ കുറിച്ച് പറയാൻ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ സൂറത്ത് ആല ഇംറാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി ക്രോഡീകരിക്കപ്പെട്ട അധ്യായത്തിന് അല്ലാഹു പേര് വെച്ചത് തന്നെ സൂറത്ത് നിസാ എന്നാണ്. സ്ത്രീകൾ എന്നാണ് അധ്യായത്തിന്റെ പേര്. നമ്മുടെ ഭാര്യമാരോട് അവരോട് വിവാഹം ചെയ്യുമ്പോ അവർ വിവാഹമോചിതരാകുമ്പോ അവര് നമ്മിൽ നിന്ന് മാറി താമസിക്കുമ്പോ ഒരു ഭർത്താവിന് ഭാര്യയോട് ഏതൊക്കെ കടമകളുണ്ട് എന്ന് സവിസ്തരമായി ആ വിശുദ്ധമായ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് ഈ മണ്ണോടുകൂടി അവസാനിക്കുവാനും എവിടെയെങ്കിലും വെച്ചൊന്ന് തെറ്റിപ്പിരിഞ്ഞാൽ പരസ്പരം കണക്കുകൾ പറഞ്ഞ് പിരിഞ്ഞു പോകുവാനും പിന്നീട് ഇഷ്ടമുള്ള പെണ്ണിനെ സ്വീകരിക്കുവാനും ഇഷ്ടമുള്ള പുരുഷനെ സ്വീകരിക്കുവാനും പരസ്പരം വെച്ചുമാറുന്ന ഒരു കച്ചവട സമ്പ്രദായമായി കല്യാണത്തെയും വിവാഹത്തെയും നാം മനസ്സിലാക്കുമ്പോ സഹോദരങ്ങളെ, അല്ല ഇന്ന് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതികളിൽ ഏറ്റവും കൂടുതൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ ക്രിമിനൽ കേസുകളല്ല, സിവിൽ കേസുകളല്ല. കുടുംബ കോടതികൾക്ക് പരിഗണിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ച് കുടുംബ വിദഗ്ധർ മുഴുവനും ആശങ്കയോടെ രേഖപ്പെടുത്തുമ്പോ കേരളത്തിൽ മാത്രം ഈ ഏപ്രിൽ മാസത്തിൽ 35,000-ഓളം കേസുകളാണ്, 35,000-ഓളം ദമ്പതികളാണ് വിവാഹമോചനത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ട് കാത്തിരിക്കുന്നത്. ഒരു ജില്ലയിൽ മാത്രം 35,000-ഓളം ആളുകൾ. അത് കല്യാണം കഴിഞ്ഞവരുണ്ട്, 1 വർഷം കഴിഞ്ഞവരുണ്ട്, 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അവസ്ഥകൾ എത്തി നിൽക്കുമ്പോൾ കല്യാണം നടക്കുന്ന അതേ വേദിയിൽ തന്നെ വിവാഹമോചനവും അതേ വേദിയിൽ വെച്ച് നടക്കുന്ന ഭയാനകരമായ വാർത്തകൾ മുഴുവൻ നമ്മെ വല്ലാതെ പേടിപ്പെടുത്തുമ്പോ ഈ ഒരു ജീവിതത്തിന്റെ ആധാരശിലകളെ, സമൂഹത്തിന്റെ ഭദ്രതകളെ ഇളക്കി മാറ്റുന്ന കുടുംബ ബന്ധത്തിന്റെ തകർച്ച സമൂഹത്തിന്റെ ഭദ്രതയാണ് ഇളക്കി മാറ്റുന്നത്. കുടുംബ ബന്ധം തകരുന്നതോടുകൂടി ആ കുടുംബം ഉൾപ്പെടുന്ന സമൂഹം, ആ സമൂഹം ഉൾപ്പെടുന്ന ലോകം എല്ലാത്തിന്റെയും തകർച്ച കുടുംബ ബന്ധത്തിന്റെ തകർച്ചയിൽ നിന്നാണ് നിലനിൽക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ നിശ്ചയിച്ചു വരുമ്പോ അല്ലാഹു പറയുകയാണ്, എന്തിനാണ് ഞാൻ വിവാഹകർമ്മത്തെ നിങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ചതെന്നറിയോ? ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ജീവിതത്തിന്റെ രണ്ടറ്റം മുമ്പിൽ നിങ്ങളെ എത്തിച്ചു നിർത്തിയിട്ട് ഒരാൾ 20 വയസ്സാകുമ്പോ, ഒരു പുരുഷന് പ്രായപൂർത്തിയാകുമ്പോ, ഒരു പെണ്ണ് 18 വയസ്സിലേക്ക് പ്രായപൂർത്തിയെത്തി നിൽക്കുമ്പോ ഞാൻ അവർക്ക് വിവാഹമെന്ന പരിശുദ്ധമായ കർമ്മത്തെ ഞാൻ നിശ്ചയിച്ചതെന്തിനെന്നറിയോ? അത് പരസ്പരം തല്ലി പിരിയാനല്ല, പരസ്പരം കണക്കുകളെ പറഞ്ഞിട്ടൊരു ദിവസത്തിൽ മാറ്റി വെക്കാനല്ല. അല്ലാഹു പറയുകയാണ്, എന്തിനെന്നറിയുമോ? നിങ്ങളെ പരസ്പര സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. പരസ്പര സമാധാനത്തോട്, പരസ്പര സന്തോഷത്തോട്, പരസ്പര വിട്ടുവീഴ്ചയോട് ഒരു ചെറിയ കൂരയുടെ ഉള്ളിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു നൽകുമ്പോ ആ സമയത്ത് സമാധാനത്തോടെ ജീവിക്കാനാണ് നിങ്ങൾക്ക് ഭാര്യമാരെ ഞാൻ നൽകിയത്, നിങ്ങൾക്ക് ഞാൻ ഭർത്താക്കന്മാരെ നൽകിയത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് അനുവദിച്ചിരുന്ന അല്പമാത്രമുള്ള സമയം ഒരു ചെറിയ കൂരയുടെ ഉള്ളിൽ അല്ലാഹു തീരുമാനിച്ചു വെച്ച ബന്ധമുണ്ടല്ലോ, ആ ബന്ധമാണ് ഭാര്യഭർത്തൃ ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, അതെവിടെ വെച്ച് കൂടിച്ചേരുമെന്നറിയുമോ? നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അല്ലാഹു പറഞ്ഞു വിടുന്നൊരു മാലാഖ ആ വയറ്റിനുള്ളിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന നമ്മുടെ അടുക്കിലേക്ക് വന്ന് ആ മനുഷ്യന്റെ ഭാവി ആ മലക്കുകളിലൂടെ അല്ലാഹു തീരുമാനിക്കുമ്പോ അവന്റെ ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത്, അവൻ ആരാകണം, ആണാകണോ പെണ്ണാകണോ, അവന്റെ ആയുസ് എന്നുവരെയാണ് എല്ലാ തീരുമാനവും അവന്റെ തലയിൽ രേഖപ്പെടുത്തുമ്പോ ആ വിധിയിൽ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവനൊരാണാണെങ്കിൽ അവന്റെ ഭാര്യ ആരായിരിക്കണം, അതൊരു പെണ്ണാണെങ്കിൽ അവരുടെ ഭർത്താവരായിരിക്കണം. സഹോദരങ്ങളെ, ഭാര്യ കടന്നു വന്നത് വിവാഹവേദിയിൽ ഏതോ ബ്രോക്കർ കല്യാണം ആലോചിച്ചിട്ട് അറിയാതെ കടന്നു വന്നവളല്ല, അറിയാതെ ജീവിതത്തിലേക്ക് വന്നവളല്ല. ആരാണ് നമ്മുടെ ഭാര്യ എന്നറിയുമോ? 4 മാസം പ്രായമുള്ളപ്പോ പടച്ച തമ്പുരാൻ എഴുതി വെച്ചവളാണ് പിന്നീട് നമുക്ക് കടന്നു വന്നത്. 10-20 വയസ്സാകുമ്പോ, 25 വയസ്സാകുമ്പോ അറിയാതെ ഏതോ ഒരു വീട്ടിൽ നിന്നവള് കടന്നു വന്നപ്പോ അല്ലാഹുവേ നിന്റെ തീരുമാനം വല്ലാത്ത തീരുമാനമാണ് തമ്പുരാന്. 6 മാസത്തിൽ എന്റെ തലയിൽ എഴുതി വെച്ചവള് എവിടെയോ നീ വളർത്തി വലുതാക്കി അവസാനം കല്യാണം ആലോചിച്ച് എന്നെ തന്നെ അവിടേക്ക് കൊണ്ടുപോയി. അവസാനം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആ കടന്നു വന്നത് അല്ലാന്റെ തീരുമാനമാണ്. പലരും പറയും ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല എന്റെ പെണ്ണ്, ഞാൻ സ്വപ്നത്തിൽ കണ്ട ഭാര്യയല്ല. എല്ലാവർക്കും പറയാനുള്ള പരാതിയിലാണ്, നിന്റെ സ്വപ്നമല്ല അല്ലാഹുവിന്റെ തഖ്ദീറാണ് നടന്നത്, അല്ലാഹുവിന്റെ കലാണ് നടന്നത്. നിന്റെ സ്വപ്നമല്ല അവിടെ നടന്നു പോകുന്നത്. ആ പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വന്ന് പിന്നെ ഒരു ചെറിയ കൂരയുടെ ഉള്ളിൽ ഒരുമിച്ച് കൂടി ഇതേവരെ ഒരാളായിരുന്നു, ഇന്ന് 2 പേർക്കും ഒരേ വികാരങ്ങളായി. ഒരാളുടെ സങ്കടം മറ്റൊരാളുടെ സങ്കടമായി, ഒരാളുടെ ദുഃഖം മറ്റൊരാളുടെ ദുഃഖമായി, ഒരാളുടെ വേദന മറ്റൊരാളുടെ വേദനയായി. ഏത് ബന്ധമാണ് ഈ ബന്ധത്തിലൂടെ കടന്നു വന്നത്? ഇന്നലെ വരെ അന്യയായി നിന്നവർ, പരസ്പരം കാണാത്തവർ, ജീവിതത്തിൽ എവിടെയോ വെച്ച് കാവ് പിടിച്ചിട്ട് എന്ന് പറയവേ കാലി കൂട്ടിപ്പിടിച്ച കയ്യിൽ വെച്ച് ഞാൻ ഈ പെണ്ണിനെ ഏറ്റെടുക്കുകയാണ്, എന്റെ ഭാര്യയായി, എന്റെ ഇണയായി, എന്റെ മണവാട്ടിയായി, എന്റെ പ്രിയപ്പെട്ടവളായി, എന്റെ മക്കളുടെ ഉമ്മയായി ഞാൻ ഈ പെണ്ണിനെ എന്നിലേക്ക് സ്വീകരിക്കുമ്പോ 2 വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ആഗ്രഹം മാറിയത്? അതേവരെ പുകവലിക്കുന്നവനായിരുന്നു. എന്റെ ഭാര്യക്ക് പുകവലിയുടെ ഗന്ധം ഇഷ്ടമല്ല, മാറ്റിവെച്ചു എന്നാണ് അവരുടെ വികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം ഒരേപോലെ ഒന്നിച്ച് ചേർന്നൊടുകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാണെന്നറിയുമോ? ഇതൊടുങ്ങുന്ന ജീവിതമല്ല. അവള് പിന്നെ നമുക്ക് വേണ്ടി രാത്രിയിൽ കാത്തിരുന്നു, നമ്മൾ വരുന്നതും കാത്തവള് ഉറക്കമളച്ച് കാത്തിരുന്നു. അവള് നമ്മുടെ മക്കളെ പ്രസവിച്ചിരുന്നു, അവള് നമുക്ക് വേണ്ടി ജീവിച്ചു. ഒരു ചെറിയ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കവേ, സന്തോഷത്തോടെ സങ്കടത്തോടെ ജീവിക്കവേ, എല്ലാ പ്രയാസങ്ങളും പങ്കിട്ടെടുക്കവേ. ഒരു ദിവസം പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയാൽ, ആകസ്മികമായിട്ട് മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ, അകാല മരണം എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അകാല മരണം ഇസ്ലാമിന്റെ സങ്കല്പത്തിലില്ല. ഏത് സമയത്താണോ അവധി എത്തുന്നത്,
ഒരു നിമിഷം പിന്തലില്ല, ഒരു നിമിഷം മങ്ങലുമില്ല. ഒരേപോലെ മരണം കടന്നു വരുമ്പോ ഏത് സമയത്താണ് മരിക്കുന്നതെന്നറിയില്ലല്ലോ. ഒരു നാല് ഭർത്താവ് മരിച്ചിട്ട് പോയാൽ ഇന്നലെ വരെ കിടപ്പറയിൽ കിടന്നിറങ്ങിയവന് ഇന്നലെ വരെ ആരുടെ കൈത്തണ്ടയിലാണോ തന്റെ മുഖം ചേർത്ത് വെച്ചത്, ആ ഭർത്താവ് ആരുടെ മണ്ണിലേക്ക് പോയി കിടന്നു പോകുമ്പോ, ഭർത്താവ് മരിച്ച ആദ്യ രാത്രി ജീവിതത്തിന്റെ സുഖരസങ്ങളുടെ സമ്മിശ്ര ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോ ഭർത്താവ് മരിച്ചു പോയാൽ പിന്നീട് കല്യാണത്തിന് തയ്യാറാകാതെ തന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു പൊട്ടിക്കരഞ്ഞു പോയ ഒരു ഭാര്യ, ആ ഭാര്യക്ക് പിന്നെ ഭർത്താവിനെ വേറൊരു സ്ഥലത്ത് വെച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ